വെൽക്കം ടു ബൈജൂസ് ടോക്ക്. ബൈജൂസ് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് എത്തുന്നത് നമ്മുടെ ATM കാർഡിനെ കുറിച്ചാണ്. ATM കാർഡ് സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പല ടൈമിൽ നമ്മൾ പൈസ എടുക്കാനായിട്ട് ATMൽ പോകുമ്പോൾ നമ്മുടെ സഹായം ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് പിൻ ആക്ടിവേഷനൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പിൻ ആക്ടിവേഷൻ ഫെഡറൽ ബാങ്കിൻ്റെ ATM കാർഡിൽ എങ്ങനെ പിൻ ആക്ടിവേഷൻ ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ആണ് ഇതിൽ കാണിക്കുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ഫോളോ ചെയ്യാനും മറക്കണ്ട. താങ്ക് യു. നമ്മുടെ കയ്യിലുള്ള കാർഡ് ആക്ടിവേഷൻ ചെയ്യാനായിട്ട് ഫെഡറൽ ബാങ്കിൻ്റെ തന്നെ ഒരു ATMൽ കയറണം. കാർഡ് ഇൻസേർട്ട് ചെയ്താൽ ഡിസ്പ്ലേയിൽ ലാംഗ്വേജ് ചോദിച്ചുകൊണ്ടുള്ള മെസ്സേജ് വരും. അതിൽ നമ്മൾ മലയാളം സെലക്ട് ചെയ്യുക. പുതിയ കാർഡ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ സോഫ്റ്റ് പിൻ ചേഞ്ച് ഓപ്ഷൻ ഉണ്ടാകും. അതിൽ സോഫ്റ്റ് പിൻ ചേഞ്ച് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ജനറേറ്റ് എ ന്യൂ സോഫ്റ്റ് പിൻ, ആൾറെഡി ഹാവ് എ സോഫ്റ്റ് പിൻ, അതിൽ ജനറേറ്റ് എ നോ സോഫ്റ്റ് പിൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയങ്ങളിൽ നമ്മൾ ബാങ്കിൽ കൊടുക്കുന്ന ഒരു രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ഉണ്ട്, അതിലേക്ക് ഒരു OTP റിസീവ് ആവും. അവിടെ അപ്പോൾ കാണിക്കുന്നത് എൻ്റർ യുവർ സോഫ്റ്റ് പിൻ എന്ന ഓപ്ഷനാണ്. അവിടെ നമ്മുടെ മൊബൈൽ റിസീവ് ചെയ്ത OTP നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കും. OTP എൻ്റർ ചെയ്താൽ ഉടൻ തന്നെ എൻ്റർ യുവർ ന്യൂ പിൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണിക്കും. അവിടെ പുതിയ പിൻ നമ്പർ എൻ്റർ ചെയ്യുക. പുതുതായി പിൻ നമ്പർ എൻ്റർ ചെയ്യുമ്പോൾ 2 തവണ പിൻ നമ്പർ എൻ്റർ ചെയ്യാനായിട്ട് ഓപ്ഷൻ കാണിക്കും. ഇങ്ങനെ 2 തവണ OTP എൻ്റർ ചെയ്താൽ നമ്മുടെ പിൻ നമ്പർ ATM കാർഡിൽ സെറ്റാവും. അതിനുശേഷം നമുക്ക് ബാങ്കിലുള്ള മറ്റ് സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ്. പൈസ എടുക്കാനാണെങ്കിലും അതിനൊക്കെ തന്നെ നമുക്കിപ്പം ATM മെഷീനിൽ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യാനും പിന്നെ ഇതുപോലെയുള്ള ഒരുപാട് ഓപ്ഷൻസും ATM മെഷീനിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. കൂടുതൽ വീഡിയോകളും വിവരങ്ങളും കിട്ടുന്നതിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു സോ മച്ച്.